വെൽക്കം ടു സിനിമോസഫി. പേഴ്സണലി ഒരുപാട് ആഗ്രഹിച്ച ഒരു കംബാക്ക് ആയിരുന്നു നിവിൻ പോളിയുടേത്. എല്ലാ അർത്ഥത്തിലും സർവ്വമായ നിവിൻ പോളിയുടെ കംബാക്കാണ്. കളക്ഷൻ കൊണ്ടായാലും പെർഫോമൻസ് കൊണ്ടായാലും സർവ്വമായ നിവിൻ പോളിയുടെ കംബാക്ക് തന്നെയാണ്. പഴയ നിവിൻ പോളിയെ കാണാൻ പോകുന്നവർക്ക് നിരവധി സർപ്രൈസ് എലമെന്റുകളും ഈ സിനിമയിലുണ്ട്. വളരെ സിമ്പിൾ കഥയും കഥാപരിസരവുമാണെങ്കിലും റൈറ്റിംഗിലെ ചില ടെക്നിക്കുകൾ പല പ്രേക്ഷകർക്കും എൻഡിങ്ങിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ആരാണ് ഡെലുലുവിന്റെ കാമുകൻ? അത് നിവിൻ പോളിയുടെ പ്രബേന്ദു തന്നെയാണോ? എന്തുകൊണ്ടാണ് അവസാനത്തിൽ അയാൾ അത് സമ്മതിക്കുന്നത്? തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ചില പ്രേക്ഷകർക്കെങ്കിലും വരാൻ സാധ്യതയുണ്ട്. അത്തരം സംശയങ്ങളുള്ള പ്രേക്ഷകർക്കുള്ളതാണ് ഈ വീഡിയോ മുഴുവനായും കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സത്യൻ രചനയും സംവിധാനവും നിർവഹിച്ച സർവമായ എന്ന സിനിമയെക്കുറിച്ചാണ്. എക്സ്പ്ലനേഷൻ വീഡിയോ ആയതുകൊണ്ട് തന്നെ തീർച്ചയായും സ്പോയിലേഴ്സ് ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ ഈ വീഡിയോ നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും സിനിമ കണ്ടതിനു ശേഷം മാത്രം വീഡിയോ കാണുക. അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഡെലുലു എന്ന കഥാപാത്രം തന്നെയാണ് സിനിമയുടെ നട്ടെല്ല്. വളരെ നല്ല രീതിയിൽ റിയ ഷിബു ആ ക്യാരക്ടറിനെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഡെലുലു എന്നത് ഒരു ജെൻസി പ്രയോഗമാണ്. ഡെലൂഷൻ അഥവാ മിഥ്യാഭ്രമം ആണ് ഡെലുലു എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സിനിമയിൽ തന്നെ പറയുന്നുണ്ട്. മായ എന്ന വാക്കിനും അർത്ഥം ഇതുതന്നെയാണ്. മരണത്തിന് മുൻപും ശേഷവും അവൾക്ക് ഒരേ പേരു തന്നെയാണ്, 2 ഭാഷകളിലാണെന്ന് മാത്രം. മലയാളത്തിൽ ഇതിനു മുൻപ് ഇത്രയും ഫ്രണ്ട്ലി ആയ യക്ഷിയെ നമ്മൾ കണ്ടത് ലോകയിലെ ചന്ദ്രയെയാണ്. ചന്ദ്രയുടെ തുടർച്ച തന്നെയാണ് ഡെലുലുവും. ഒന്ന് പ്രേതവും മറ്റേത് യക്ഷിയുമാണെന്ന വ്യത്യാസമുണ്ടെങ്കിലും കൺസെപ്റ്റുകളെ പൊളിച്ചെഴുതുക എന്ന സിമിലാരിറ്റി 2 കഥാപാത്ര സൃഷ്ടികളിലുമുണ്ട്. ഒരു കാലത്ത് പേടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു പ്രേതത്തെയും യക്ഷിയെയും എല്ലാം മലയാള സിനിമ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ അതിന് വിപരീതമായാണ് ഇന്ന് അത്തരം ഐഡിയകളെ എഴുത്തുകാരും സംവിധായകരും ഉപയോഗിക്കുന്നത്. പുനരാഖ്യാനം നടത്തുന്നതോടൊപ്പം മറ്റൊരു ജോണറിൽ കൊണ്ടുപോയി ഹൊറർ ഐഡിയകളെ പ്രതിഷ്ഠിക്കുന്നു എന്നതും ബോൾഡായ പരീക്ഷണങ്ങൾ തന്നെയാണ്. ആ തരത്തിൽ മികച്ച സിനിമ തന്നെയാണ് അഖിൽ സത്യന്റെ സർവമായ. എന്റെ സ്വന്തം ജാനകിക്കുട്ടിയിലെ കുഞ്ഞാത്തോലയെ ആ സിനിമ കണ്ട ആരും മറക്കാൻ വഴിയില്ല. യക്ഷിയുടെ മറ്റൊരു മുഖമാണ് ആ സിനിമയിലൂടെ MT വാസുദേവൻ നായർ നമുക്ക് കാണിച്ചു തന്നത്. എന്റെ സ്വന്തം ജാനകിക്കുട്ടി കണ്ട ആരും കുഞ്ഞാത്തോലയെ മറക്കാത്ത പോലെ സർവമായ കണ്ട ആരും ഡെലുലുവിനെയും മറക്കില്ല. ഒന്ന് ഫീൽ ഗുഡ് യക്ഷിയാണെങ്കിൽ മറ്റേത് ഫീൽ ഗുഡ് പ്രേതമാണ്. ഇനി നമുക്ക് പ്രധാന ചോദ്യത്തിലേക്ക് വരാം. ആദ്യത്തെ ചോദ്യം, നിവിൻ പോളിയുടെ പ്രബേന്ദു എന്ന കഥാപാത്രം തന്നെയാണോ ഡെലുലു അച്ഛനോടും അമ്മയോടും പറയുന്ന കാമുകൻ എന്നതാണ്. ഒറ്റവാക്കിലാണ് ഉത്തരമെങ്കിൽ അല്ല എന്നാണ് ഉത്തരം. റിയ ഷിബുവിൻ്റെ മായ എന്ന കഥാപാത്രം അച്ഛനോടും അമ്മയോടും തനിക്ക് ഇഷ്ടമുള്ള എന്നാൽ തന്നെ ഇഷ്ടമാണോ എന്നറിയാത്ത ഒരാളെക്കുറിച്ച് പറയുന്നുണ്ട്. അയാൾ ക്രിസ്ത്യാനിയല്ലെന്നും ഹിന്ദു ആണെന്നും മായ പറയുന്നുണ്ട്. മാത്രമല്ല തന്നേക്കാൾ കുറച്ച് വയസ്സ് അധികമുണ്ടെന്നും താടിയുണ്ടെന്നും അവൾ പറയുന്നുണ്ട്. ഇതെല്ലാം നിവിൻ പോളിയുടെ പ്രബേന്ദു എന്ന കഥാപാത്രത്തിന് സ്യൂട്ടാകുന്ന വിവരണങ്ങളാണ്. അതുകൊണ്ടാണ് ചില പ്രേക്ഷകർക്ക് ഇവർ 2 പേരും ഒന്നാണോ എന്ന് തോന്നാൻ കാരണം. എന്നാൽ എന്തുകൊണ്ട് ഇവർ 2 പേരും ഒരാളല്ല എന്ന് ആദ്യം പറയാം. ശേഷം എന്തുകൊണ്ട് പിന്നെ നിവിൻ പോളി താനാണ് മായയുടെ കാമുകൻ എന്ന് സമ്മതിക്കുന്നു എന്നും പറയാം. നിവിൻ പോളിയുടെ പ്രബേന്ദുവാണ് മായയുടെ കാമുകൻ എന്ന് വെറുതെ കരുതാം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവളെ ആദ്യം ഇല്ലത്ത് വെച്ച് രാത്രിയിൽ കാണുമ്പോൾ പ്രബേന്ദു പേടിക്കുന്നത്? പെട്ടെന്ന് രാത്രിയിൽ മുറിയിൽ ഒരു പെൺകുട്ടിയെ കണ്ടതുകൊണ്ട് പേടിച്ചതാണെന്ന് കരുതിയാലും പിന്നീട് എന്തുകൊണ്ട് പ്രബേന്ദു അവളെ തിരിച്ചറിയുന്നില്ല? മായ എന്ന ഡെലുലുവിന്റെ ഓർമ്മ മാത്രമേ പോയിട്ടുള്ളൂ. അവൾക്ക് മാത്രമേ അവൾ ആരാണെന്നും എങ്ങനെയാണ് മരിച്ചത് എന്നൊന്നും അറിയാത്തതുള്ളൂ. മറിച്ച് നിവിൻ പോളിയുടെ പ്രബേന്ദുവിന് എല്ലാം ഓർമ്മയുണ്ടാകേണ്ടതാണ്. എന്നാൽ അവളുടെ പേരോ മുഖമോ ഒന്നും ഓർമ്മയില്ലെന്ന് മാത്രമല്ല, മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നൊരു തോന്നൽ പോലും പ്രബേന്ദുവിന് ഉണ്ടാകുന്നില്ല. ഇതിനർത്ഥം അവർ മുൻപ് കണ്ടിട്ടില്ല എന്ന് തന്നെയാണ്. അതായത് പ്രബേന്ദു അല്ല മായയുടെ കാമുകൻ, പ്രബേന്ദു തന്നെയാണ് മായയുടെ കാമുകൻ എന്ന് വിശ്വസിക്കുന്ന പ്രേക്ഷകരുമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം എഴുത്തിലെ മിസ്റ്റേക്കായാണ് അവർ പറയുന്നത്. എന്നാൽ അതൊന്നും എഴുത്തിലെ മിസ്റ്റേക്കല്ല, മറിച്ച് ഒരു ട്രിക്കാണ്. കാമുകന്റെ വിവരണങ്ങൾ എന്തുകൊണ്ട് പ്രബേന്ദുവിന് കൊടുത്തു എന്നൊരു ചോദ്യമാണ് എഴുത്തിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയുന്നവർ മുന്നോട്ട് വെക്കുന്നത്. അത് എഴുത്തുകാരൻ മനഃപൂർവ്വം കൊടുത്തതു തന്നെയാണ്. അതിന്റെ കാരണം വഴിയെ പറയാം. എല്ലാം നിവിൻ പോളിയുടെ പ്രബേന്ദുവിന്റെ തോന്നൽ മാത്രമാണെന്നൊരു പോസ്റ്റും FBയിൽ വായിച്ചു തോർക്കുന്നു. ആ ഒരു തോട്ട് രസമുള്ളതാണ്. അമ്മയുടെ മരണം പ്രബേന്ദുവിനെ ആൾറെഡി ട്രോമയിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാമുകിയുടെ മരണം അയാളുടെ മനസ്സിനെ ആഴത്തിൽ മുറിപ്പെടുത്തുന്നു. അതുകൊണ്ട് അയാൾ തന്നെ മെനഞ്ഞെടുത്ത ഒരു തോന്നലാണ് റിയ ഷിബുവിന്റെ ഡെലുലു എന്ന കഥാപാത്രം. പ്രബേന്ദു മായയുമായി പ്രണയത്തിലായിരുന്നു. എന്നാൽ അവൾ മരിച്ചു എന്ന റിയാലിറ്റി വിശ്വസിക്കാൻ പ്രബേന്ദുവിനായില്ല. അതുകൊണ്ട് അയാളുടെ മനസ്സ് ഡെലുലു എന്നൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ചെടുക്കുന്നു. ഇത് അൽഫോൺസ് പുത്രന്റെ സൈക്കാട്രിസ്റ്റ് കഥാപാത്രം പ്രബേന്ദുവിനോട് പറയുന്നുണ്ട്. നിങ്ങൾ
നിങ്ങളുടെ മനസ്സിൽ ആഴത്തിലുള്ള ട്രോമയുണ്ട്. അത് ഇല്ലാതാകുന്നതോടെ നിങ്ങൾ പ്രേതത്തെ കാണുന്നതും നിർത്തും എന്നാണ് ഡോക്ടർ അയാളോട് പറയുന്നത്. അവസാനം എല്ലാ ട്രോമയിൽ നിന്നും മോചിതനാകുമ്പോഴാണ് ഡെലൂലു അയാളുടെ കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോകുന്നത്. ഇതൊക്കെയാണ് ആ പോസ്റ്റിൽ പറയുന്നത്. അതുകൊണ്ടാണ് അവളുടെ പേര് മായ എന്നും സിനിമയുടെ പേര് സർവം മായ എന്നായതെന്നും പോസ്റ്റിൽ പറയുന്നു. നല്ല രസമുള്ള തിയറിയാണ്. എനിക്കും അങ്ങനെയാണെന്ന് വിശ്വസിക്കണമെന്നുണ്ട്. എന്നാൽ അതിന് വിപരീതമായ നിരവധി കാര്യങ്ങൾ സിനിമയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഡെലൂലു പ്രബേന്ദുവിന്റെ തോന്നൽ മാത്രമല്ല എന്ന് അടിവരയിടുന്ന നിരവധി സീനുകളുണ്ട്. മറ്റുള്ളവർക്ക് അവളെ കാണാൻ കഴിയില്ലെങ്കിലും അവൾ കാരണം ബാധിക്കപ്പെടുന്ന മറ്റുള്ളവരുടെ നിരവധി രംഗങ്ങൾ സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഡെലൂലു പ്രബേന്ദുവിന്റെ തോന്നൽ അല്ല എന്ന് വ്യക്തമാണ്. ഇനി എന്തുകൊണ്ട് നിവിൻ പോളിയുടെ കഥാപാത്രം അയാൾ തന്നെയാണ് മായയുടെ കാമുകൻ എന്ന് സമ്മതിച്ചത് എന്ന് നോക്കാം. ജനാർദ്ദനന്റെ കഥാപാത്രം പ്രബേന്ദുവിനോട് പറയുന്നുണ്ട്, ഒരു ക്ലോഷർ നീ മായയുടെ മാതാപിതാക്കൾക്ക് കൊടുക്കണമെന്ന്. ഒരുപക്ഷെ അത് മാത്രമായിരിക്കും അവളുടെ ആത്മാവിന് മോക്ഷം കിട്ടാനുള്ള മാർഗം. അതുകൊണ്ടായിരിക്കാം ജനാർദ്ദനന്റെ കഥാപാത്രം അത് പറയുന്നത്. ആ ഒരു ക്ലോഷർ കൊടുക്കാൻ വേണ്ടിയാണ് പ്രബേന്ദു മായയുടെ മാതാപിതാക്കളെ കാണാൻ പോകുന്നത്. ആ ഒരു എൻഡിങ്ങിന് വേണ്ടി തന്നെയാണ് മായയുടെ കാമുകന്റെ സവിശേഷതകൾ തന്നെ പ്രബേന്ദുവിനും എഴുത്തുകാരൻ കൊടുത്തത്. അവളുടെ ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടി തന്നെയാകും പ്രബേന്ദു ആ കള്ളം അവളുടെ അമ്മയോട് പറയുന്നത്. ഒരർത്ഥത്തിൽ അത് കള്ളമല്ല. അവൾക്ക് ശരിക്കും പ്രബേന്ദുവിനെ ഇഷ്ടമായിരുന്നു, പക്ഷെ മരിച്ചതിന് ശേഷമാണെന്ന് മാത്രം. അവളോട് പ്രബേന്ദുവിനും ഇഷ്ടമായിരുന്നു, പക്ഷെ അവൾ ആത്മാവാണ് എന്നത് ആ ഇഷ്ടത്തിൽ നിന്ന് പ്രബേന്ദുവിനെ പിന്തിരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ മായ മ്യൂച്വൽ ഇഷ്ടത്തിലെത്തുന്നത് മരണത്തിന് ശേഷം മാത്രമാണ്. പറഞ്ഞു വന്നത്, കള്ളമല്ല പ്രബേന്ദു പറയുന്നത്, എന്നാൽ കള്ളമാണ് താനും. ആ കള്ളമല്ലാത്ത കള്ളമാണ് അവൾക്ക് മോക്ഷം കൊടുക്കുന്നത്. ഒരു കാറ്റായി വന്ന് അവൾ അവനോട് നന്ദി പറയുന്നുമുണ്ട്. എങ്ങനെയാണ് മായയുടെ ആത്മാവ് പ്രബന്ധുവിനെ കണ്ടെത്തുന്നത് എന്നൊരു സംശയം ഒരുപക്ഷെ ചില പ്രേക്ഷകർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ കുട്ടിയുടെ അടുക്കൽ അവൾ എത്തുന്നത് ആ കുട്ടിയുടെ കയ്യിൽ ഗിറ്റാർ ഉള്ളത് കൊണ്ടാണെന്ന് സിനിമയിൽ തന്നെ പറയുന്നുണ്ട്. ആ കാരണം കൊണ്ട് തന്നെയാണ് പ്രബന്ധുവിന്റെ അടുക്കലും അവൾ എത്തുന്നത്. എന്നാൽ ബാധ ഒഴിപ്പിക്കാൻ ഫ്ളാറ്റിൽ പ്രബേന്ദു ചെല്ലുമ്പോൾ അയാൾ ഒരു ഗിറ്റാറിസ്റ്റ് ആണെന്ന് മായയുടെ ആത്മാവ് എങ്ങനെ അറിഞ്ഞു എന്നൊരു ചോദ്യം ബാക്കിയാകും. അത് എഴുത്തിലെ പ്രശ്നമാണെന്ന് ചൂണ്ടിക്കാണിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ സിനിമയിൽ കൃത്യമായി പറയുന്നുണ്ട്, എനിക്കറിയില്ല ഞാൻ എന്തിനാണ് ബ്ലൂടൂത്ത് പോലെ തന്റെ പിന്നാലെ നടക്കുന്നത് എന്ന്. ഡെലൂലു ആണ് ഇത് പ്രബേന്ദുവിനോട് പറയുന്നത്. അതിനർത്ഥം അവൾക്ക് കൃത്യമായി അറിയില്ല അവൾ എന്തുകൊണ്ടാണ് പ്രബേന്ദുവിനെ സെലക്ട് ചെയ്തത് എന്ന്. എന്നാൽ അതിന്റെ റീസൺ സംഗീതം മാത്രമായിരുന്നു. അവളൊരു ഗിറ്റാറിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഗിറ്റാർ ഉള്ളവരോടാണ് അവൾ അടുക്കുന്നത്. അത് അവൾ അറിയാതെ തന്നെ സംഭവിച്ചു പോകുന്നതാണ്. എല്ലാ കാര്യങ്ങളും അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. എന്നാൽ മസിൽ മെമ്മറി പോലെ പല കാര്യങ്ങളും അവൾ ചെയ്യുന്നുമുണ്ട്. ഫോൺ ഉപയോഗം, ഓൺലൈൻ ഷോപ്പിംഗ് എല്ലാം അങ്ങനെയാണ് സംഭവിക്കുന്നത്. അവൾ ക്രിസ്ത്യാനിയാണെന്ന് അവൾ മനസ്സിലാക്കുന്നതും അങ്ങനെയാണ്. ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിലും മികച്ച എന്റർടൈനർ തന്നെയാണ് സർവമായ. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും സർവമായ എന്ന സിനിമയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.